ഞങ്ങളിപ്പോൾ ഉള്ളത് ബാണാസുരം ഡാമിലേക്ക് കയറുന്നതാണ്. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല വെയിലായിട്ട് നമ്മൾ, അതായത് കോഴിക്കോട് ജില്ലയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നൊക്കെ 21 കിലോമീറ്റർ ദൂരെയാണ് ഇങ്ങോട്ടുള്ളത്. ഞങ്ങൾ കുറ്റ്യാടി തൊട്ടിൽപ്പാലം വഴിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. പടിഞ്ഞാറേത്തറ ബാണാസുരം ഡാമിൽ, ഇതാ ബാണാസുരം ഡാമിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോകാം. ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് എടുക്കണം ഇവിടുന്ന്. എൺപത് ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു, പോകുന്നതാണ് ഇനി. ടിക്കറ്റ് കൊടുത്തു. അവിടെ തന്നെ കൗണ്ടറിൽ വേറൊരാൾ ഇരിപ്പുണ്ട്. അവർ നമ്മുടെ ടിക്കറ്റ് മേടിച്ചിട്ട് ടിക്കറ്റ് ഒന്ന് കയറിയിട്ട് നമ്മുടെ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഒരു ഡാമാണ്. അതായത് എർത്ത് ഡാം എന്നാണ്, അതായത് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് നമ്മുടെ ബാണാസുരം ഡാം, സാഗർ ഡാം. ഇതിൽ അതിനപരമായിട്ട് ഒരുപാട് കഥകളുണ്ട്. അതായത് ബാണാസുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാണാസുരം സാഗർ ഡാം എന്ന് വെച്ചാൽ മഹാബലിയുടെ മകന്, അതിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കുറെ കഥകൾ അതിന്റെ പിന്നിൽ തന്നെയുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പോയി ബാണാസുരം സാഗർ ഡാം എന്തായാലും കാണാം. അപ്പോൾ നമുക്ക് ഹൊററായിട്ടുള്ള കുറെ കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നിന്റെ ഉള്ളിൽ തന്നെ കയറി കഴിഞ്ഞാല് സൗണ്ടുകളും കാര്യങ്ങളും എല്ലാം ബാണാസുരം ഡാമിൽ തന്നെ ഒരു ഗെയിമിന്റെ ഒരു ഗെയിം ഒക്കെ നടക്കുന്നതായിട്ടുള്ള ഒരു ഇതുണ്ട്, സെന്റർ ഉണ്ട്. അപ്പൊ നമ്മൾ കുട്ടികൾക്കായിട്ടൊക്കെ, നമുക്ക് വലിയവർക്ക് എല്ലാവർക്കും കയറാം നമ്മുടെ ഗെയിം സെന്ററിലേക്ക്. അപ്പം ഗെയിം സെന്ററിലേക്ക് വന്ന് അത് ഞങ്ങളിപ്പോൾ എടുത്തത് 12D റൈഡർ എന്ന് പറഞ്ഞ ഒരു ഇതാണ്. അതായത് നമ്മൾ 3D കണ്ണട വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് നമ്മൾ അതിൽ കൂടെ എല്ലാം റൈഡ് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് കണ്ടത്. പക്ഷെ ഞാൻ റൈഡ് ചെയ്തു. നമുക്ക് എന്താ പറയണ്ടേ, നമ്മൾ ശരിക്കും നമ്മൾ പോകുന്ന പോലെ തന്നെ, നമ്മൾ അത്രയും ദൂരത്തേക്കൊക്കെ ഇറങ്ങി പോകുന്നതും ഒക്കെ ഒരു ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പം വരാത്തവർക്ക് എന്തായാലും 3D കണ്ണട വെച്ച് തന്നെ ഈ 12D റൈഡർ എന്തായാലും നടത്തണം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഷോ എന്ന് വെച്ചാൽ ഹൊറർ ഹൗസ് നടക്കുന്ന ഷോ ആണുള്ളത്. അത് നമ്മൾ കയറിയിട്ടില്ല, നമ്മളിപ്പോൾ അത് മാത്രമേ കയറിയിട്ടുള്ളൂ. എന്നിട്ട് ബാക്കി ബാണാസുരം ഡാമിലേക്ക് പോകുന്നതാണ്, അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇവിടെയാണ് കുട്ടികളുടെ പാർക്കാണുള്ളത്. കുട്ടികളെല്ലാവരും അങ്ങോട്ട് പോകുന്നത്, പാർക്കിലേക്ക് പോകുന്നതാണ് എല്ലാവരും കുട്ടികൾ. അതുപോലെ തന്നെ നമുക്ക് ഓക്കെ, ഇപ്പം നമ്മളുള്ളത് ബാണാസുരം ഡാമിലേക്ക് കയറുന്നതാണ്. ഓരോ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ്, കാരണം ഈവനിങ് സമയത്താണ് നല്ല തിരക്ക് ഇവിടെ. അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഉച്ച സമയത്തൊക്കെ ഭയങ്കര വെയിലാണ്. ഇപ്പോഴും വെയിൽ താന്നിട്ടില്ല, വെയിൽ നന്നായിട്ടുണ്ട്. ഒരു സമയം നമുക്കിപ്പോൾ തന്നെ നമുക്ക് നോക്കി അറിയാം, 4:48 എന്നിട്ടും വെയിൽ താണിട്ടില്ല. ശരിക്കും ഇതിന്റെ ക്ലോസിംഗ് ടൈം എന്ന് പറഞ്ഞേക്കുന്നത് 6 മണിക്കാണ് ക്ലോസിംഗ് ടൈം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബാണാസുരം ഡാമിലേക്ക് അങ്ങോട്ട് പോകുന്നതിന് ഇപ്പുറമായിട്ട് തന്നെ പിന്നെ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്. കുട്ടികൾക്ക് വേണ്ടി കളിക്കാനായിട്ടുള്ള പലതരത്തിലുള്ള പാർക്കുകളുണ്ട്. നല്ല വെയിലാണ്, നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്നതാണ്. പെട്ടെന്നാണ് തന്നെ ഈ ഒരു വൃക്ഷം നിങ്ങൾ കണ്ടോ, കാരണം താഴത്തെ ആ കൊമ്പുകളെല്ലാം മുറിച്ച് നല്ല നിരപ്പാക്കിയിട്ട് ഒരു റൗണ്ടിൽ വട്ടത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വൃക്ഷം നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നല്ല ഒരു ഭംഗിയുണ്ടത്. നമ്മൾ ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഭക്ഷണയെ പോലെ ഉണ്ടാക്കുന്ന ഭക്ഷണയിലയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അതിന്റെ താഴത്തെ ശിഖരങ്ങളെല്ലാം ഒരു അടുത്ത് അത് തന്നെ നടക്കുന്നതാണ് ഞങ്ങള്. നല്ല വെയിലാണ്, പിന്നെ കൊട ചൂടിയേക്കുന്നതാണ്, ചെറിയ കാറ്റും വീശുന്നുണ്ട്. ഇവിടുന്ന് കുറേയേറെ നടക്കാനുണ്ട്. ഞങ്ങൾ കാറ്റും കൊണ്ട് കുടയെല്ലാം ചൂടിയിട്ട് ഞങ്ങൾ നടക്കുന്നതാണ് ഇങ്ങനെ. അപ്പം മേലേക്ക് നോക്കി കാണാൻ കഴിയണം, കുറച്ച് 2-3 പേര് അവിടെ ഇരിക്കുന്നതായിട്ട് കാണാനുണ്ട്. നമുക്ക് മേലെ വരെ എത്തണം, കുറച്ച് നടക്കാനുണ്ട്. അപ്പം കുറച്ച് നടത്തം കഴിയുമ്പോൾ നമുക്ക് ചെറിയ കിതപ്പും കാര്യങ്ങളെല്ലാം വരും. പക്ഷെ നടക്കുന്നത് നല്ലതാണ്, നമ്മുടെ കാലിനും നല്ലതാണ്.
അവിടെ വരെ പോകണം. എന്തായാലും ഇവിടെ ഒരു കോണിയുണ്ട്, അതായത് ഈ കയറുന്ന സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മൾ സ്റ്റെപ്പിൽ കൂടെ കയറി വേണം മേലേക്ക് എത്താം. പക്ഷേ ഇവിടുന്ന് റൂട്ട് അടിക്കുന്ന വണ്ടിയുണ്ട്. എന്തായാലും ഓരോ വണ്ടിയായിട്ട് നമ്മളിങ്ങനെ റൂട്ട് അടിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും വന്നത് എന്താ കാഴ്ചകൾ കാണാൻ, അപ്പം നടക്കുക തന്നെ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് അവിടേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ചില പാടങ്ങൾ കാണാറുണ്ട്, ഒരു വരമ്പ് പോലെ ചെറുതൊന്നാക്കി ഇടുന്നത് പോലെ. അതുപോലെ ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ വരമ്പിന്റെ ഒരു അതിർത്തി പോലെ ഇങ്ങനെ തരംതിരിച്ച പോലെ തന്നെ കാണാറുണ്ട് അവിടെ തന്നെ. താഴെ കുട്ടികളൊക്കെ സ്റ്റെപ്പിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. നമ്മൾ കുടയൊക്കെ ചൂടിയിട്ടാണ് വന്നത്, കുടയെല്ലാം മടക്കി ഞാനത്. ഇനിയിപ്പോൾ നമുക്ക് ബാണാസുരം ഡാമിലേക്ക് കയറുന്നതാണ്. അതുവഴി തന്നെ ഒരുപാട്, എന്നാലും കുറച്ചേറെ നടക്കാനുണ്ട്. അങ്ങനെ തന്നെ പോകണം. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്, നല്ലൊരു കാറ്റാണ് കിട്ടുന്നത്. നടന്നുകൊണ്ടിരിക്കുന്നതാണ്, പോയിട്ട് വേണം. ഇതുവരെ വന്ന് കയറി കണ്ടിട്ടില്ല, അതുമായിട്ടാണ് ഞാൻ പോകുന്നത്, കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡാമിൽ പോയിട്ട് കുറേ വിശേഷങ്ങളായിട്ട് എന്തായാലും ഡാമിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ കാണാം. എന്തായാലും കുറച്ചെല്ലാം കിതയ്ക്കുന്നത്, നല്ല കിതപ്പുണ്ട്, നടന്നിട്ടായിരിക്കും കിതയ്ക്കുന്നത്. ഓക്കെ, ഞങ്ങളങ്ങനെ കയറ്റം എല്ലാം കയറി സെന്ററിൽ വന്ന് നിൽക്കുന്നതാണ്. അവിടുന്ന് ഞാൻ പറഞ്ഞിരുന്നു വണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ഇവിടെ എന്തായാലും ഇവിടം വരെ എന്തായാലും വണ്ടി വരുന്നുണ്ട്. ഇവിടെ വന്ന് വണ്ടി ഇറക്കിയിട്ടാണ് കുറേ ആൾക്കാർ അങ്ങോട്ട് പോയിട്ട് എന്തായാലും കാണുന്നത്. ഇപ്പം ഞങ്ങളിരിക്കുന്ന ഫ്രണ്ട് നല്ല ഫിഷ് സ്പാ, അതിൻ്റെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോകുന്നതാണ് എന്താണെന്ന് അറിയാനായിട്ട്. ഞങ്ങൾ നടന്നെത്തി ഇരിക്കുന്നതാണ്. അതായത് നമ്മൾ കുറച്ച് നടന്നിട്ട് നമ്മുടെ കാലിനൊക്കെ ഒരു വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ്. ഇവിടെ സെൻട്രൽ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ടും രണ്ട് വശത്തേക്കും നമുക്ക് നടന്നിട്ട് കാണാനുള്ള കാഴ്ചകളുണ്ട്. അതായത് ഡാമും കാര്യങ്ങളും, ബാക്കിലുള്ള ഡാമും കാര്യങ്ങളെല്ലാം കാണാനുള്ള കാഴ്ചകളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ സെൻറ്റർ എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് വന്നിരിക്കാനുള്ളൊരു വിശ്രമ സ്ഥലമെല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുന്നതാണ്. നല്ല കാറ്റാണ്. ഒരുപാട് ആൾക്കാർ ഈവനിങ് സമയമായപ്പോൾ ഒരുപാട് സ്കൂൾ കുട്ടികൾക്ക് തന്നെ ടൂറും കാര്യങ്ങളുമായിട്ടുള്ള ഒരുപാട് സ്കൂൾ കുട്ടികളും തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, നോർത്ത് ഇന്ത്യൻസ് എന്നുള്ള ഒരുപാട് ആൾക്കാർ തന്നെ കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നല്ല കാറ്റായിക്കൊണ്ട് നമ്മൾ കുറച്ചേരം ഇവിടെ ഇരിക്കാം, പക്ഷെ മയങ്ങാൻ പറ്റൂലല്ലോ. അല്ലേ നോക്കിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒരു കലങ്ങിയ വെള്ളമാണ്, പക്ഷേ നല്ല മീനും കാര്യങ്ങളും, മീനുണ്ട്, നല്ല വളരെ വർണ്ണ ഭംഗിയായുള്ള മീനും കാര്യങ്ങളുമാണ് ഉള്ളത്. വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട്. ചെറിയ ഈ മരത്തിനുള്ളിൽ കൂടെ ഞാൻ കയറുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ തോന്നുന്നുണ്ട്. എങ്ങനെയെന്നറിയാമോ, നമ്മുടെ ക്രിസ്മസിനൊക്കെ ട്രീ ഒരുക്കുന്ന സമയത്ത് ക്രിസ്മസ് ട്രീയുടെ ഒരു ഫീലിംഗ് ആണ് ഇത് കാണുന്ന സമയത്ത്. എന്തായാലും നല്ലൊരു സെറ്റപ്പിൽ തന്നെ എല്ലാ മരങ്ങളും വെട്ടി ഒതുക്കി ഇങ്ങനെ ഒരേ ട്രീ രീതിയിൽ ഇങ്ങനെ വെച്ചേക്കുന്ന നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തായാലും കയറുന്നതാണ്. പാലമായിരുന്നു. കൂടി വരികയാണ് ഇങ്ങനെ. കാരണം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ, അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിയറൽ പോലുള്ള കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ എനിക്കിങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഫിഷ് സ്പാ ഉണ്ട്. അതിൽ കുറേ അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. റിമൂവ് ഡെഡ് സ്കിൻ, നമ്മുടെ സ്കിന്നിന് എന്താ നല്ല, അതായത് നമ്മൾ പറഞ്ഞ നമ്മുടെ കോശങ്ങളെല്ലാം ചത്തുകൊണ്ടിരിക്കുന്ന കോശങ്ങളെയൊക്കെ അതിനെല്ലാം റിക്കവർ ചെയ്ത് അതിനെല്ലാം മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള സ്കിന്നും കാര്യങ്ങളും കിട്ടാനായിട്ട്, അതുപോലെ ഹീൽ ക്രാക്സ് വിത്ത് ഫീറ്റ്, നമ്മുടെ ഉപ്പുറ്റി പിണ്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണെന്നുള്ളതാണ്. പിന്നെ കീബോ മൈക്രോ മസാജും, പിന്നെ റിഡ്യൂസ് സ്ട്രെസ് സ്ട്രെയിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ലതാണ്. അതായത് അധികം സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടെന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും അതിലൊരു പരിഹാരമാണ് നമ്മുടെ ഇതെന്ന് ഫിഷിൻ്റെ ഈ സ്പായും കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിനിയും കുറച്ചു നേരം വിശ്രമിക്കുക എടുക്കുകയും ചെയ്ത് ഊഞ്ഞാലിലൊക്കെ വേണമെങ്കിൽ ആടാം. അപ്പം അതിലേക്ക് പോകുന്നതാണ്.
കുട്ടികളെല്ലാം ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരെല്ലാരും ഇങ്ങനെ എന്താ ടൂറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മനസ്സിൻ്റെ അന്ന് വരുന്ന എല്ലാവരും എൻജോയ്മെന്റ് അല്ല ഇങ്ങനെ ഊഞ്ഞാലാടുക. നമ്മൾ സാധാരണ ഓണത്തിനാണ് ഊഞ്ഞാലാടുന്നത്. ഇവിടെ നേരെ പാർക്കിൽ വെച്ച് ഊഞ്ഞാലാടാനും എടുക്കാനും ഒരു സൗകര്യങ്ങളായി പോയി. ഇവിടെ കുരങ്ങുണ്ടോ? നമ്മളിപ്പോ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ബോട്ട് യാത്രയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാ വാട്ടർ സ്പോർട്സ് ഓരോ ബോട്ടിന് നെയിം കേട്ടോ. നല്ല കാറ്റുണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മൈൻഡെല്ലാം റിഫ്രഷ് ആവുന്ന പോലെ ഉണ്ട്. നല്ല മൈൻഡിന് നല്ല നല്ല മൊത്തത്തിലൊരു തണുപ്പ് അനുഭവപ്പെടുന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങിയാലോ എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സ്കൂൾ കുട്ടികളും എല്ലാം വന്നിട്ടുണ്ട്. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ടൂറായിട്ട് വന്നതാണ്. ഒരുപാട് കുട്ടികൾ നിലമ്പൂരിൽ നിന്ന് വരെ കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ബാണാസുരം ഡാം കാണുവാനും കാര്യങ്ങൾക്കും എല്ലാം കാണുവാൻ വേണ്ടി ഒരു ടൂറിസം മേഖല കൂടിയാണ്. നമ്മുടെ ടൂറിസം മേഖലയാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിങ്ങിൻ്റെ ഇതാണ്, ബോട്ടിംഗ് നടത്തുന്നതിൻ്റെ ഇതാണ് താഴെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള കുറേ വ്യൂകൾ കാണാൻ പറ്റും. നിൽക്കുമ്പോൾ നമുക്ക് കുറേ മലനിരകളും കുന്നുകളും മൊട്ടക്കുന്നുകളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഡാമിൻ്റെ ഒരു വെച്ചാൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ഡാം തന്നെയാണ് നമ്മുടെ ബാണാസുരം ഡാം. ഇനി ഇവിടുത്തെ മലനിരകളെ പറ്റി പറയുകയാണെങ്കിൽ വയനാട് ജില്ലയിലെ ചെമ്പ്ര മലനിരകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ വയനാട് ജില്ലയിലെ ഏറ്റവും രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന മലനിരകളാണ് നമ്മുടെ ബാണാസുര സാഗർ മല. 1979 ഈ പണി കഴിപ്പിച്ച ഈ അണക്കെട്ട് 2004 പണി പൂർത്തിയാക്കി. കോഴിക്കോടിലേക്ക് ജില്ലയിലെ കക്കയം ജലവൈദ്യുതി പദ്ധതിക്ക് വെള്ളം എത്തിക്കാനും ജലസേചന പണി അണക്കെട്ട് പ്രധാനമായും നിർമ്മിച്ചത്. വെള്ളത്തിന് നല്ല നിറമാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് കാണുമ്പോൾ തോന്നുന്നു നല്ല നിറമാണ്, നല്ല നീല നിറഞ്ഞിട്ടുള്ള ഒരു നല്ല നിറം.
നല്ല ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകം. നല്ല കാറ്റാണ്, നടക്കുവാൻ നല്ല സുഖമാണ്. കുറേ മുളത്തണ്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഫീലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അങ്ങോട്ട് നോക്കി ഒരുപാട് കുട്ടികൾ എന്തായാലും വന്നിട്ടുണ്ട് ഈ ടൂറിസ്റ്റ് മേഖലയൊക്കെ കാണും. ഈവനിങ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം അനുഭവപ്പെടുന്നത്. പക്ഷെ ഉച്ച സമയത്തൊക്കെ നല്ല വെയിലായിരിക്കും. പക്ഷെ ഇവിടെ നല്ലൊരു തണുപ്പെല്ലാം ഉണ്ട്. ഒരു 5 നല്ല ഒരുപാട് ആൾക്കാരുടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഡാമിന്റെ പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് പോകുന്നത്. അങ്ങോട്ട് നടക്കണം. നമ്മളിപ്പോൾ അവിടെ പോയത് കുറേ പാർക്കും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ്. ബോട്ടിംഗ് ഒക്കെ പോകുന്ന സ്ഥലത്താണ് നമ്മൾ പോയത്. ഇനിയിപ്പോൾ നമ്മൾ മുൻപോട്ട് നടന്നു പോകുന്നതാണ്. ഡാമിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ ആദ്യമെല്ലാം പോയത് പാർക്കിലാന്ന് വന്ന് ഇങ്ങോട്ട് വന്നു. ഡാമിന്റെ അടുത്താണ്. നല്ല കാറ്റുണ്ട്. ഒരുപാട് ആൾക്കാർ വൈകുന്നേരമായ സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഡാമിലാണ്. ചില മൊട്ടക്കുന്നുകളെല്ലാം ചില കുന്നുകളെല്ലാം നമ്മൾ വെള്ളത്തിന്റെ അടിയിലായിട്ട് കിടക്കുന്നത് കുറേ ഇവിടെ നോക്കിയാൽ കാണാം. നല്ല മലനിരകളെല്ലാം ആയിട്ട് തണുപ്പ് ഇരുട്ടോടെ വരികയാണ്. അവിടെ നല്ല തണുപ്പ്, സൂര്യൻ അസ്തമിച്ചു തുടങ്ങുന്നു. അവിടെ നല്ല തണുപ്പും കാര്യങ്ങളുമാണ്. ഓരോ ഇവിടെ ഇതുപോലെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒന്ന് അവിടെ ഇതേപോലെ ഒരു സൈഡിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, പാമ്പുകൾ വരാതെ നമ്മൾ സൂക്ഷിക്കാന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഓരോന്നും നമ്മൾ ഇങ്ങോട്ടുള്ള എൻട്രി ഇല്ല. ഇലക്കയറി ഞാൻ ഇരിക്കുന്നതാണ്. ഇങ്ങോട്ടുള്ള എൻട്രി ഇല്ല. താഴേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. താഴെയെല്ലാം പാർക്കെട്ടുകളാണ്. അതിന്റെ താഴോട്ടാണ്. ഹിന്ദു പുരാണത്തിൽ ഒരു കഥയുണ്ട്. അതായത് ഈ കാണുന്ന മലകളെല്ലാം എന്ന് പറയുന്നത് ബാണാസുരം മലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ബാണാസുരന്റെ കീഴിലുള്ള മലകളാണ് ബാണാസുരം മലകൾ. അതായത് മഹാബലിയുടെ മകനെയാണ് ബാണാസുരൻ എന്ന് പറയുന്നത്. അസുരന്മാരെയാണ് നമ്മൾ അസുരഗണത്തിൽപ്പെട്ടതാണ് മഹാബലിയും ബാണാസുരനും അല്ല. അപ്പൊ ആ അസുരഗണത്തിൽപ്പെട്ട ബാണാസുരം എന്ന് പറഞ്ഞ കീഴിലുള്ള ഈ മലനിരകളുടെ കീഴിലുള്ള ജലാശയങ്ങളായതുകൊണ്ടാണ് നമ്മൾ ബാണാസുര സാഗർ ഡാം എന്ന് തന്നെ ഇതിനകത്ത് പറയുന്നത്. ഇവിടുന്ന് വൈകുന്നേരമായി. അതായത് സമയം ഇപ്പോൾ ഒരു 6 മണിയായി. 6 മണി കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ്. ഡാമെല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ ഇറങ്ങുകയാണ്. നല്ല കാറ്റ്. ഞങ്ങള് ബാണാസുരം ഡാം ഇറങ്ങുകയാണ്. പോയി കയറി മുൻപോട്ട് താഴേക്ക് ഇറങ്ങുന്നതാണ്. ആ സ്റ്റെപ്പ് തന്നെ ഇറങ്ങുന്നതാണ്.